മറ്റു വാർത്തകളിലേക്കൊന്ന് പോകാം. പാർലമെന്റ് അതിക്രമത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരും. പ്രതിഷേധം തുടർന്നാൽ എം പിമാർക്കെതിരെ നടപടിയും തുടരും. അതേസമയം രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ ഉടച്ചു വാർക്കുന്ന 3 ബില്ലുകളിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞേക്കും. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ആന്റണി, ആദ്യം നമുക്ക് ഈ അതിക്രമ കേസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നിപ്പം 100-ൽ പുറത്ത് ഏതാണ്ട് 132ഓളം എം പിമാർക്കെതിരായ നടപടി പ്രതിഷേധത്തിൽ സ്വീകരിക്കുന്ന ഒരു നടപടി ഉണ്ടായി. പിന്നീട് മറ്റ് പല കാര്യങ്ങളിലുമുള്ള പ്രതിഷേധങ്ങളെ ഈ രീതിയിലായിരിക്കും നേരിടുന്ന എന്നൊരു സ്വഭാവമാണ് ഒരു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നും പാർലമെൻറ്റ് കൂടുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായിട്ടും അജിംഷാദ്, പാർലമെന്റ് ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇനി ബാക്കിയുള്ളത് 13 പ്രതിപക്ഷ എം പിമാർ മാത്രമാണ്. പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധം ഉണ്ടായാൽ സ്വാഭാവികമായും ഒരുപക്ഷെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷമില്ലാതെ ലോക്സഭ ഈ സമ്മേളന കാലയളവിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതേപോലെ രാജ്യസഭയിൽ ഇനി ബാക്കിയുള്ളത് 63 പ്രതിപക്ഷ എം പിമാർ മാത്രമാണ്. അത്തരത്തിൽ നടപടികൾ തുടരുകയാണ്. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അച്ചടക്ക ലംഘനത്തിന് ഇന്നലെ നടപടിയെടുത്തത്. ഈ സമ്മേളന കാലയളവ് തീരുന്നത് വരെയാണ് 141 എം പിമാരാണ് പുറത്ത് നിൽക്കുന്നത്. ആദ്യം 14 പേരെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് 78 പേരെ സസ്പെൻഡ് ചെയ്തു. അതിന് പിന്നാലെ ഇന്നലെ 49 ലോക്സഭാ എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറല്ല. പാർലമെന്റിനകത്തല്ലെങ്കിൽ പുറത്തും വ്യാപക പ്രതിഷേധം തന്നെ തുടരാനാണ് തീരുമാനം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പാർലമെന്റിന്റെ കവാടത്തിന് മുന്നിലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും പാർലമെന്റിനകത്ത് രാജ്യസഭയിൽ പ്രത്യേകിച്ച് പ്രതിഷേധം ഉണ്ടാകും. ഈ ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്നും ഈ ആവശ്യം ഉന്നയിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് രാജ്യസഭയിൽ പ്രതിപക്ഷം നൽകുന്നുണ്ട്. അത്തരത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നാൽ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയിലാണ് പ്രത്യേകിച്ച് 3 ബില്ലുകൾ രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ബില്ലുകളാണ്. നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ബില്ലുകളാണ് ഈ ക്രിമിനൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ളത്. IPC, CRPC, എവിഡൻസ് ആക്ട്, തെളിവ് നിയമം, ഇതുമായി ബന്ധപ്പെട്ട പുതിയ ബില്ലുകളിൽ നിന്ന് ചർച്ച പൂർത്തിയായിട്ടുണ്ട്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ സുഗമമായി തന്നെ ബില്ലിന്മേലുള്ള മറുപടിയും ചർച്ചയും നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്. ശരി, ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്. 3 ബില്ലിന്മേൽ, അതായത് IPC അടക്കമുള്ളവയുടെ പേര് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതിൻ്റെയൊക്കെ ചർച്ചകൾ ഇന്ന് പാർലമെൻറ്റ് നടക്കും. സമഗ്രമായ വിവരങ്ങളാണ് ആന്റണി ജിസ് ജോർജ് നൽകിയത്.